ശ്യാം ദേവരാജ്, ഇന്ന് കോടതി കയറുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴാണ് കോടതിയിൽ കേസ് വരുന്നത്? ഡൽഹി ഹൈക്കോടതിയിൽ കോടതി നടപടികൾ ആരംഭിക്കുന്നത് രാവിലെ 10:30 മണിക്കാണ്. ജസ്റ്റിസ് സ്വർണ്ണകാന്ത് ശർമ്മ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അറസ്റ്റ് റദ്ദാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കെജ്രിവാൾ ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി ഇന്ന് ഈ ഹർജി 70ാമത്തെ ഐറ്റമായാണ് പരിഗണിക്കുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകരുടെ സംഘമാണ്. സുപ്രീം കോടതിയിലെ തന്നെ സീനിയർ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഹാജരാകുന്നതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അഭിഭാഷകർക്കൊരു പ്രയോറിറ്റി പല ഘട്ടങ്ങളിലും കീഴ്ക്കോടതികളിൽ, ഹൈക്കോടതികളിലോ അതിന് താഴെയുള്ള കോടതികളിലോ വരുമ്പോൾ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രയോറിറ്റി നൽകിയാൽ രാവിലെ 10:30 തന്നെ ഈ ഹർജി പരിഗണിക്കും. അതല്ലെങ്കിൽ അതിന്റെ നടപടിക്രമം അനുസരിച്ച് 70ാം നമ്പർ ആയിരിക്കും ഈ ഹർജി പരിഗണിക്കുക. ഇതിന്മേൽ അഭിഷേക് മനു സിംഗ്വി ഹാജരാകുന്നതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ആകും ഹാജരാകുക എന്നത് കാരണം കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളിലും വളരെ ശക്തമായ വാദങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരും 3 അംഗ അഭിഭാഷക സംഘവും ഉന്നയിച്ചത്. ഏറ്റവും തീപാർന്ന വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടന്നത്. അതേ വാദപ്രതിവാദങ്ങൾ ഇത്തവണ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിലും ആവർത്തിക്കുമെന്നത് ഉറപ്പാണ്. ഇതിന്മേൽ ഡൽഹി ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും ആദ്യം തന്നെ ഒരു ആശ്വാസം ഉണ്ടാകുമോ എന്നതാണ് AAP ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ സഖ്യം ഉൾപ്പെടെ നോക്കിക്കാണുന്നത്. അത്തരമൊരു ആശ്വാസമുണ്ടായാൽ അത് കേന്ദ്ര സർക്കാരിനും BJP-ക്കും തിരിച്ചടിയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കെജ്രിവാൾ ഒപ്പിടുന്ന ഉത്തരവുകൾ മൊഹല്ല ക്ലിനിക്കുകളിലെയും ആശുപത്രികളിലെയും മരുന്ന്, അതുപോലെ തന്നെ ടെസ്റ്റുകളുടെ ലഭ്യത സംബന്ധിച്ചുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒപ്പുവച്ചിരിക്കുന്നത്. EDയുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ പേപ്പർ പോലും ലഭ്യമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഉത്തരവുകൾ ഇറക്കാൻ കെജ്രിവാളിന് കഴിയുന്നത് എന്ന ആവശ്യമുയർത്തി BJP ഒരു ഭാഗത്ത് രംഗത്ത് വരുന്നുണ്ട്. ഭാര്യയ്ക്കും അതുപോലെ തന്നെ പേഴ്സണൽ സെക്രട്ടറിക്കും വൈകുന്നേരം അരമണിക്കൂർ സന്ദർശിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു കസ്റ്റഡിയിലേക്ക് വിടുമ്പോൾ. ആ സമയത്താണോ ഈ ഉത്തരവുകളിൽ ഒപ്പുവെച്ചത്? അത് സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്താണ്? ED കസ്റ്റഡിയിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ഓർഡേഴ്സ് ഒക്കെ ഇറക്കാനായി ഒരാൾക്ക്, അതും കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിക്ക് കഴിയുമോ? എന്താണ് അതിന്റെ ഒരു നിയമസാധുത? ശ്യാം. സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ ഉള്ള, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെയോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ ഉള്ള ഒരാൾക്ക് അത്തരം ഉത്തരവുകൾ ഇറക്കാൻ കഴിയില്ല. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണെങ്കിൽ അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനാകുകയും ചെയ്യുകയുള്ളൂ. നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാകണം അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യത അവർ കുറവാണ്. കാരണം രാഷ്ട്രീയമായി തന്നെ AAP നേരത്തെ തന്നെ തീരുമാനിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ ഒഴിയുന്നില്ല എന്നതാണ്. ഇതിൽ നിയമപരമായ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത്തരം ഉത്തരവുകളിൽ ഒപ്പിടാനുള്ള അധികാരമില്ല എന്നതാണ്. കാരണം കസ്റ്റഡി എന്നത് സമ്പൂർണ്ണമായും ഒരാളുടെ എല്ലാ അവകാശങ്ങളെയും നിരാകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരാൾക്ക് ഇത്തരം ഒപ്പിടാൻ കഴിയുകയില്ല. പക്ഷേ AAP ഇങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ മൊഹല്ല ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട ഉത്തരവടക്കം ഒപ്പിട്ട് നൽകിയിരുന്നു. ഇത് ഈ അരമണിക്കൂർ സമയപരിധി നൽകിയ സാഹചര്യത്തിലാണ് അത്തരമൊരു ഒപ്പിട്ട് നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ നിയമപരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത്തരം ഉത്തരവുകൾ ഒപ്പിടാനാകില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇതിന്മേൽ സങ്കീർണമായ ഈ പ്രശ്നം BJP തന്നെ നിലവിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. കാരണം കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത്തരം ഉത്തരവുകൾ ഒപ്പിടാനോ തീരുമാനമെടുക്കാനോ കഴിയുകയില്ല. അത് അറസ്റ്റിനോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിക്കോ വിരുദ്ധമാണ് എന്ന കാര്യമാണ് ഈ ഹർജിയിൽ BJP-യുടെ പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഇത് വൈകാതെ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. ഇതിന്മേൽ AAP വൈകാതെ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നൊരു സൂചനയുണ്ട്. കാരണം നിയമവൃത്തങ്ങൾ അത്തരത്തിലൊരു ആലോചന നടത്തുന്നുണ്ട്. മുമ്പും ചില കസ്റ്റഡിയിൽ കഴിയുന്ന ആളുകൾക്ക് കോടതിയുടെ അനുമതിയോടുകൂടി ഇത്തരം ഭരണചക്രം തിരിക്കുന്നതിനുള്ള അനുമതി നൽകുക എന്നത് കോടതിയുടെ അധികാരപരിധിയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അനുമതി നേടാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ കോടതിയെ സമീപിക്കുക, അത് ഹൈക്കോടതിയെ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാനാണ് അതിൻ്റെ ഒരു സാധ്യതയും. അത്തരമൊരു അനുമതി കോടതിയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമായിരിക്കും അത്തരം സങ്കീർണതകൾ, അതായത് കസ്റ്റഡിയിലിരിക്കെ ഉത്തരവുകളിൽ ഒപ്പിടുക എന്ന സങ്കീർണത, നിയമപരമായ സാങ്കത്യം മറികടക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുകയുള്ളൂ.